അത്ര അശ്ലീലം നിറഞ്ഞതാണ്. ഒരു സ്ത്രീയുടെ മരണത്തിനപ്പുറമാണ് ആ സ്ത്രീയെ സ്വഭാവ ദൂഷ്യം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ തൊഴിലിന്റെ ദൂഷ്യം എന്ന രീതിയിൽ ഇവൻ പൊതു ഇടത്തിൽ വന്ന് അധിക്ഷേപിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഇവന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? എന്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം. ഇവൻ രാജ്യത്തിനെ ഒന്നടങ്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് അഹമ്മദാബാദില് ബോയിങ് 787 എന്ന് പറയുന്ന ഫ്ലൈറ്റ് അഗ്നിക്കിരയായത്. അതിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കുടുംബത്തിനെ തന്നെ ഒന്നടങ്കം അനാഥമാക്കിക്കൊണ്ടാണ്, ഒരുപാട് പേർക്ക് ആരുമില്ലാതായി പോയൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നമ്മുടെ മലയാള മണ്ണും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കാരണം പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു അമ്മയുടെ മകളാണ്. ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് സ്വപ്നം കണ്ടാണ് അവൾ അവളുടെ പഠിച്ച തൊഴിലിനെ ഒരു ഉപജീവന മാർഗമായി കണ്ടുകൊണ്ട് വിദേശത്തേക്ക് പോയത്. നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സിന് കിട്ടുന്ന പരിമിതമായ ശമ്പളത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഭദ്രതയെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കത്തില്ല. അവരെ ഇവിടെ മാലാഖയെന്നും വെളുത്ത കുപ്പായമിട്ട മാലാഖ കുട്ടികളെന്നും വിളിക്കുന്ന നാടാണ് കേരളം. പക്ഷെ ഈ മാലാഖമാരുടെ വീട്ടിൽ അരി ആഹാരമുണ്ടോ, അവർ കഞ്ഞി കുടിക്കുന്നുണ്ടോ, അവരുടെ കുഞ്ഞുങ്ങൾ ഭദ്രതയോടുകൂടിയാണോ ജീവിക്കുന്നതെന്ന് ഈ വിളിക്കുന്നവർ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കാറില്ല. അവർ പഠിച്ച തൊഴിലിന്, അവർ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായ ഒരു വേതനമല്ല അവർക്ക് ഈ നാട്ടിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്ന 70% പെൺകുട്ടികളും വിദേശത്ത് നല്ലൊരു ജോലി തേടിയായിരിക്കും അവർ പോകുന്നത്. അവർ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർ പഠിക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിലുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും പുറം രാജ്യത്തൊരു തൊഴിൽ കണ്ടെത്തുക, അവരുടെ ജീവിതത്തിനെ ഭദ്രമാക്കുക എന്ന ഒറ്റ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടായിരിക്കും അവർ അത് പഠിക്കുന്നത്. അതിനുവേണ്ടി അവർ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് ടെസ്റ്റുകൾ കൂടി പാസ്സായി ആ പരീക്ഷകളിൽ കൂടി ഒരുപാട് കഠിനമായ ഒരു വഴിയാണത്. കാരണം അത് അത്ര എളുപ്പമല്ല പഠിച്ചു കിട്ടുക എന്ന് പറയുന്നത്. ഒരു 4 വർഷക്കൊല്ലം ഈ പറയുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥിയായി പഠിച്ച് അവിടെ തന്നെ 1 വർഷത്തെ ട്രെയിനിങ് പീരീഡും കഴിഞ്ഞിറങ്ങുന്ന ഒരു നേഴ്സിന് പിന്നെയും ഒരു കടമ്പ കടന്നിട്ട് വേണം വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി എത്തുവാൻ. അവിടെയുള്ള മറ്റ് എക്സാമുകൾ കൂടി പാസ്സായിട്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിനി അവളുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നത്. ആ സ്വപ്നത്തിലേക്ക് ചിറക് വെച്ചാണ് അവൾ കുറെ നാൾ ഒമാനിൽ വർക്ക് ചെയ്തു, തന്റെ കുടുംബത്തിന്റെ ഭദ്രതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി. ആ സമയത്തിന്റെ ഇടവേളയിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം കേരളത്തിലെത്തി PSC ടെസ്റ്റിന് അവൾ പങ്കെടുക്കുകയും അതിന്റെ റിസൾട്ട് കാത്ത് ഇവിടെ നിൽക്കാതെ പിന്നെയും അവളുടെ കുടുംബത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് അവൾ ഒമാനിലേക്ക് തിരിച്ചുപോയി. അവിടെ നിന്നുകൊണ്ടാണ് UK ഒരു ജോലി കണ്ടെത്തുകയും അതിലേക്ക് പോകുന്ന വേളയിൽ പിന്നെയും നാട്ടിൽ നിന്നും PSCയുടെ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ എത്തുകയും അവൾ അതിന്റെ കുറച്ച് പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് ഇക്കുറി എത്തിയത്. ഒപ്പോ കുറച്ച് മാസങ്ങൾക്കപ്പുറം തന്റെ കുടുംബത്തിന്റെ പാല് കാച്ചെന്ന് പറയുന്ന ഒരു സ്വപ്നവും കൂടി ബാക്കി വെച്ചിട്ടാണ് അവൾ ഇവിടെ നിന്നും തിരിച്ച് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് അവൾ കയറുന്നത്. അപ്പോൾ അവൾ ഇവിടെ ബാക്കി വെച്ച ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പേർക്കുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം തന്നെ നിമിഷങ്ങൾ കൊണ്ടാണ് അഗ്നിക്കിരയായത്. അപ്പോൾ ആ നിമിഷം ആ 1 സെക്കൻഡിൽ അവൾ അറിയുന്നില്ല അവൾ മരണത്തിന് കീഴ്പ്പെടുകയാണ്. തന്റെ കുടുംബം ഇനി അവൾക്ക് കാണാൻ സാധിക്കത്തില്ല, തന്റെ കുരുന്നുകളെ അവൾക്ക് ഇനി ഒരു നോക്ക് കാണുവാൻ കഴിയില്ല എന്ന്. പക്ഷെ അത് മലയാളി എന്നല്ല, ഒരു അല്പം നൊമ്പരമുള്ള ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ ഈ വാർത്തകൾ വേദനിക്കുന്നതാണ്, വിഷമിക്കുന്നതാണ്. ആ സമയത്താണ് കാനങ്ങാട് വെള്ളരിക്കുണ്ടെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡെപ്യൂട്ടി തഹസിൽദാറായ ഈ പവിത്രൻ എന്ന് പറയുന്ന ഈ ചെറ്റ അവന്റെ ഫേസ്ബുക്ക്, അവന് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആരോ ഒരാളിട്ട് ഒരു അനുശോചന കുറിപ്പിന് താഴെ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന വിധം, കേട്ടാൽ അവജ്ഞതയോടെ തുപ്പുന്ന വിധം, കേട്ടാൽ അവന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്ന വിധം അവനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്, ഒരു കമന്റ് ഇട്ടത്, അതൊരു പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ചെയ്യുന്ന തൊഴിലിനെ, അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പച്ച അശ്ലീലം നിറഞ്ഞ ഒരു കമന്റ് ആണ് ഈ പറയുന്ന ചെറ്റ അവന്റെ ഫേസ്ബുക്കിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് അതൊരു വിഷയമാവുന്ന കണ്ടപ്പോൾ ഇവൻ അത് ഡിലീറ്റ് ചെയ്തു. അവൻ ഡിലീറ്റ് ചെയ്യുന്നത് അവന്റെ മെസ്സേജുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ കമന്റ് ബോക്സിൽ നിന്ന് മാത്രമാണ്. അത് വേദനിപ്പിച്ചത് ഈ നാട്ടിലെ മനുഷ്യരായ അല്ലെങ്കിൽ ഹൃദയമുള്ള സാധാരണക്കാരായ മനുഷ്യനെയാണ്. അത് മുറിവേറ്റത് ഈ പറയുന്ന ഒരുപാട് അമ്മമാർക്കും ഒരുപാട് കുരുന്നുകൾക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവന് ആ മാപ്പെന്ന് പറയുന്ന ഒരു സാധനം അവന് അർഹിക്കുന്നില്ല. ഇവനെ സർവീസിൽ നിന്നും അതേസമയം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് കളക്ടർ. പക്ഷെ അത് കഴിഞ്ഞ് അവന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്.
ഈ പറയുന്ന പവിത്രൻ എന്ന് പറയുന്നവൻ കേരളത്തിൽ ഇത്തരക്കാരുടെ ഒരു ആൾരൂപം മാത്രമാണ്. ഇങ്ങനെ ഇരുട്ടറകളിൽ ഇരുന്ന് കമന്റ് ബോക്സുകളിൽ വന്ന് മനുഷ്യരെ കൊത്തിക്കീറുന്ന, വേദനകളെ പോലും ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന, വേദനകളിൽ പോലും ചെറ്റത്തനം വിളിച്ചു പറയുന്ന ഈ പവിത്രനെ പോലുള്ള കുറേയേറെ ആളുകൾ ഇന്നും നമ്മളുടെ ഇടങ്ങളിലുണ്ട്. ഒരു നിമിഷം അവൻ ആ കമന്റ് എഴുതിയിട്ടത് ഒരു നിമിഷമാണ്, പക്ഷെ നഷ്ടപ്പെട്ടത് വർഷങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഒപ്പം നിന്ന അവരുടെ സന്തോഷ നിമിഷങ്ങൾ, രണ്ട് കുരുന്നുകളുടെ ഒരു അമ്മ, വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ അമ്മയുടെ മകൻ, അങ്ങനെ നഷ്ടമായത് അവർക്കാണ്. ആ വേദനയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക അശ്ലീലം കലർന്ന ആ ഒരു സ്ത്രീത്വത്തെ പോലും, മരണപ്പെട്ട രഞ്ജിതയുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിൽ ഈ ഒരു ചെറ്റ ഈ കമന്റ് രേഖപ്പെടുത്തിയത്. ഇവന് വെറും ഒരു സസ്പെൻഷനിലാണോ ഇവനെ ഒതുക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസിന്റെ ബേസിക് ആയിട്ടുള്ള ഈ ശിക്ഷണ രീതികളിലാണോ ഇവനെ നിർത്തേണ്ടത്? ഇത്തരക്കാരെ സർവീസിൽ നിന്നും മൊത്തത്തിൽ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിവൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിനു മുന്നേ കാനങ്ങാട് MLA-ക്കെതിരെ ഇവന് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഒരു തവണ ഇവന് സസ്പെൻഷൻ കിട്ടിയതാണ്. എന്നിട്ടും പഠിക്കാതെ ഇവൻ പിന്നെയും പിന്നെയും ഇത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ ഇതൊരു വൈകൃതമാണ്, ഇവന് ചികിത്സയാണ് വേണ്ടത്. ഇവനെ പോലുള്ളവന്മാർക്ക് വെറും സസ്പെൻഷനിൽ മാത്രം നിർത്താതെ നിയമത്തിന്റെ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ കൊടുത്ത്, കാരണം ഇതൊരു മെസ്സേജ് ആവണം. അല്ലെങ്കിൽ ഇത് ഒരുപാടായി കഴിഞ്ഞു. ഇവിടെ ഉണ്ടായ ദുരന്തങ്ങളിൽ ഇമാതിരി കമന്റുകൾ ഇട്ട് ആഘോഷിക്കുന്നവരുടെ എണ്ണം ഇതിൽ ഒരുപാടായി കഴിഞ്ഞു. ഇതൊരു തുടക്കമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു എന്തിന്റെയൊക്കെ തുടർച്ചകൾ മാത്രമാണ്. കാരണം ഒരു ദുരന്തത്തെ ആഘോഷിക്കുന്ന, ഒരു കുടുംബത്തിന്റെ വേദനയെ ആഘോഷിക്കുന്ന, ഒരു സ്ത്രീയുടെ വിഷമത്തിനെ ആഘോഷിക്കുന്ന ഇത്തരത്തിലുള്ള ചെറ്റകളെ എന്തിന്റെ പേരിലാണ് നമുക്ക് വിളിക്കേണ്ടത്? കാരണം ആ ഒരു അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, അവർ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ട്. ആ നീറുന്ന വേദനയിൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഒരു കുടുംബത്തെയും അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന ഇവരെ പോലുള്ള ചെറ്റകളെ സമൂഹം ഒറ്റപ്പെടുത്തണം. കാരണം ഇവനുമുണ്ട് ഒരു കുടുംബം, ഇവന്റെ വീട്ടിലും കാണും ഒരു അമ്മ, ഒരുപക്ഷെ ഇവനും കാണും ഒരു ഭാര്യ, ഇവനും കാണും ഒരു മക്കൾ. അവരെ ഒന്നും നമ്മൾ, കാരണം അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവന്റെ ഈ പ്രവൃത്തിയിൽ അവന് പിന്തുണയാണോ അതോ ഇവനെ തള്ളി പറയുന്നുണ്ടോ ഒന്നൊന്നും എനിക്കറിയില്ല. കാരണം നിങ്ങൾ ചിന്തിക്കുക, ഇവന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവന്റെ കുടുംബത്തിലുള്ളവർ ചിന്തിക്കുക, ഈ പറയുന്ന ഇവൻ പുറത്തു വന്നിട്ട് ഇമ്മാതിരി ഒരു സ്ത്രീയോട് പറയുമ്പോൾ ഇവൻ എന്തൊക്കെ കണ്ണിലായിരിക്കും നിങ്ങൾ കുടുംബത്തിലുള്ളവരെ കാണുന്നതെന്ന്. ഇവനെയൊന്നും സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇവനൊന്നും ഒരു കുടുംബത്തിൽ ജീവിക്കാൻ അർഹതയില്ല. ഇവനൊരു കുടുംബം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു സിസ്റ്റം ഉണ്ട്. ആ കുടുംബത്തിനകത്ത് നിന്ന് പോകാൻ അർഹതയുള്ള ഒരുത്തനല്ല. കാരണം അവൻ ചെയ്ത പ്രവൃത്തിയും അവൻ എഴുതിവിട്ട ആ ഒരു വാചകങ്ങളും അത് കണ്ടവർക്കും അത് കേട്ടവർക്കും അറിയാം അത്ര അശ്ലീലം നിറഞ്ഞതാണ്. ഒരു സ്ത്രീയുടെ മരണത്തിനപ്പുറമാണ് ആ സ്ത്രീയെ സ്വഭാവ ദൂഷ്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ തൊഴിലിന് ദൂഷ്യം എന്ന രീതിയിൽ ഇവൻ പൊതു ഇടത്തിൽ വന്ന് അധിക്ഷേപിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഇവന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? എന്റെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം, ഇവൻ എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.